വിഘടനവാദി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഖാദിയുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് ആരോപണ വിധേയനായ ഫൈസൽ കരീം മസൂദ് ദുബായിലാണ് ഉള്ളതെന്നും ഒസ്മാൻ ഖാദിയുമായി രാഷ്ട്രീയമോ വ്യക്തിപരമായിട്ടോ ബന്ധങ്ങളില്ലായിരുന്നുവെന്നും ഫൈസൽ കരീം മസൂദ് പറയുന്നുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ ജമാഅത്ത് ഷിബർ ആണ് എന്ന് മസൂദ് വീഡിയോയിൽ പറയുന്നു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബംഗ്ലാദേശിൽ ഒരു കൊടും ഭീകരൻ, വിദ്യാർത്ഥി നേതാവെന്ന് പറയപ്പെടുന്ന അവിടുത്തെ ഏറ്റവും വലിയ വിഘടനവാദി നേതാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ ഇപ്പോഴിതാ പുറത്തേക്ക് വരുന്നു. അതായത് ഷെരീഫ് ഒസ്മാൻ ഖാദിയുടെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരോപണ വിധേയനായ ഫൈസൽ കരീം മസൂദ് രംഗത്ത് വരുന്നു. ഈ കേസിലെ പ്രധാന പ്രതിയാണ് ഈ ഫൈസൽ കരീം എന്ന് പറയുന്നയാൾ. പക്ഷെ അയാൾ പറയുന്നത് തനിക്ക് ഈ കേസിൽ പങ്കില്ല എന്നുള്ളതാണ്. ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ താൻ ദുബായിലാണ് ഇപ്പോഴുള്ളത് എന്ന് ഇയാൾ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു. കൊലപാതകത്തിന് ഉത്തരവാദികൾ ജമാഅത്ത് ഷിബിർ ആണ്, ആ സംഘടനയാണ് എന്നുള്ളത് ഈ മസൂദ് കൂട്ടിച്ചേർക്കുന്നു. താനും ഹാദിയും തമ്മിൽ ബിസിനസ് ബന്ധം മാത്രമാണുള്ളതെന്നും രാഷ്ട്രീയമോ വ്യക്തിപരമോ ആയ ബന്ധങ്ങളില്ലെന്നും ഫൈസൽ കരീം മസൂദ് വ്യക്തമാക്കുന്നു. കൊലപാതക ശേഷം പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നു എന്നായിരുന്നു ഈ ബംഗ്ലാദേശിന്റെ ആരോപണം. വധത്തിന് പിന്നിൽ ഇന്ത്യൻ ബന്ധമുണ്ടെന്നും അവിടുത്തെ തീവ്ര മുസ്ലിം സംഘടനകൾ ആരോപിച്ചിരുന്നു. അത് പാടെ തള്ളുന്നതാണ്, അത് സമ്പൂർണമായി നിരാകരിക്കുന്നതാണ് ദുബായിൽ നിന്നുള്ള ഈ ഫൈസൽ കരീം മസൂദിന്റെ പുതിയ വീഡിയോ. അതായത് അവിടുത്തെ തന്നെ സംഘടനകൾ തമ്മിലുള്ള തർക്കം, അവിടുത്തെ തന്നെ ജമാഅത്ത് ഷിബിർ എന്ന് പറയുന്ന അവിടുത്തെ കൊടും ഭീകര സംഘടന, അതിന്റെ ആളുകൾ ചേർന്ന് ഈ ഒസ്മാൻ ഖാദിയെ കൊലപ്പെടുത്തുന്നു. ഒടുവിൽ അത് ഇന്ത്യയുടെ തലയിലിടാൻ ശ്രമം നടത്തുന്നു. ഇതെല്ലാം അവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.